ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, റൈറ്റ്? കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അവരിപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്? കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, അവരിപ്പോൾ ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്? കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ത് ഫീൽ ചെയ്യുന്നു, എന്താണ് ചിന്തിക്കുന്നത്? കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. Current feelings of your person. Okay, current feelings of your person. Current feelings of your person. Okay, നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പലതവണയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോൺടാക്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ച് പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് രീതികളിൽ ഇപ്പോൾ സ്പിരിച്വലി, ടെലിപ്പതിക്കലി ഒക്കെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പോലും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ശ്രമങ്ങളിൽ പലപ്പോഴും അവർ പരാജയപ്പെടുന്നതായിട്ടുള്ളൊരു ഫീലിങ്സാണുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ശക്തമായ രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണിത്. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട്. അവർക്ക് തന്നെ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി, മനഃപൂർവ്വമായിട്ട് നിങ്ങളെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഒളിച്ചു വെച്ചു എന്നൊക്കെയുള്ള ഫീലിങ്സ് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ലക്ഷ്യങ്ങളൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഏതോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ് ആൻഡ് യെസ്, തീർച്ചയായിട്ടും ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റാണ് ഈ വ്യക്തി, മൊമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളിൽ. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ്സിലൊക്കെ അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫയർ എനർജിയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എനർജി ലഭിക്കുന്ന പോലെയൊക്കെ ഒരു ഫീലിങ്സ് ആ വ്യക്തിക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. യെസ്, ഇപ്പോൾ അവർക്കിപ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ നഷ്ടമാക്കിയത്. അവർ കാരണമാണ് അവർക്ക് നഷ്ടമായി പോയത് എന്ന് ഉള്ളൊരു നിരാശ ആ വ്യക്തിയിലുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഈ വ്യക്തി മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനിടയായതായിരിക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി, അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തിയുടെ വാക്ക് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് മൂവ് ചെയ്തതോ കൊണ്ട് അവർക്ക് നഷ്ടമായി പോയതായിരിക്കും. ഇപ്പോൾ ഒരുപാട് അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങളെ അവരായിട്ട് തന്നെ നഷ്ടമാക്കിയതാണ് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ, അവർക്ക് അത്രയും ഒരു പെയിൻ ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് രാത്രി കാല സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ ഏറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ പല കാര്യങ്ങളും കമ്പയർ ചെയ്യുകയാണ്. പല വിധത്തിൽ കമ്പയർ ചെയ്യുകയാണ്. ലൈഫിൽ മറ്റ് ഒരു വ്യക്തിയും നിങ്ങൾക്ക് പകരമാവില്ല. നിങ്ങളുടെ സ്നേഹത്തിന് പകരം മറ്റൊരു സന്തോഷവും ആകില്ല എന്നൊക്കെ ഈ വ്യക്തി റിയലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ യാഥാർത്ഥ്യം എന്താണ്, നിങ്ങളുടെ പ്രണയം എന്താണ്, നിങ്ങളുടെ ആ ഒരു റിയൽ ലവ് എന്താണെന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ് ഡെഫിനറ്റ്ലി
അവർ കമ്പയർ ചെയ്യാണ് പല കാര്യങ്ങളും. അവർക്ക് ലൈഫിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി അവരുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മാത്രം ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ലൈഫിലുള്ള സിറ്റുവേഷൻസിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനും കഴിയുന്നില്ല, നിങ്ങളെ പൂർണ്ണമായി അവഗണിക്കാനും കഴിയുന്നില്ല. ആ ഒരു രീതിയിൽ ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത വ്യക്തികളും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവർ ഏതൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു മനസ്സ് ആ വ്യക്തിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, യെസ്, അത്രയും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത്. അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായാൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. അവരുടെ കൈകളിൽ ആ ഒരു കീ അവരുടെ മുന്നിൽ തന്നെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കീ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രതിബന്ധത്തെ തകർക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ ഒരു ഡോർ ഓപ്പൺ ആക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ഓക്കെ, ആ ഒരു സ്ട്രഗിളിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വ്യക്തിക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ മുന്നിൽ വന്നു ചേരാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള വ്യക്തികളുണ്ട്. സോറി. ആൻഡ് യെസ്, തീർച്ചയായിട്ടും അവർ ഒരുപാട് സങ്കടത്തിലാണ്, ഒരുപാട് ഡിപ്രഷനിലാണെന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവാം. നിങ്ങൾക്ക് 2 പേർക്കും അറിയാം ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി തടസ്സങ്ങൾ കാണുന്നുണ്ട്, ഒത്തിരി വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഓക്കെ, മേ ബി ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതായിട്ടോ അല്ലെങ്കിൽ കാസ്റ്റ് പ്രോബ്ലംസ് ഉള്ളതോ ഉള്ള ഒരു വാണിംഗ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, എങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങൾ നൽകിയ പ്രണയം അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. അവർക്ക് ഓരോ നിമിഷവും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അത്രയും നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുകയാണ്. യെസ്, എഗെയിൻ 4 ഓഫ് സോർഡ്സ്. അവരത്രയും ഒരു പെയിൻ, അതായത് കഴിഞ്ഞു പോയ സമയങ്ങളെ ഓർത്തവർ സങ്കടപ്പെടുകയാണ്. അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ മിസ്റ്റേക്കാണ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അവരത്രയധികം വേദനയാണ് നൽകിയത് എന്ന് ഓർത്തവർ അവർ കരയുകയാണ്, അവർ സങ്കടപ്പെടുകയാണ്. ആ ഒരു വേദന അവർക്കിങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള ഒരു വേദനയാണ് അവർക്കിപ്പോൾ ഉള്ളത്. കാരണം അവർ ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയല്ല. നിങ്ങളുടെ ഒരു കണ്ണീര് പോലും അവർ കാരണം ഉണ്ടാവരുത് നിങ്ങൾക്ക് എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അവർ കാരണമാണ് നിങ്ങൾ ഇത്രയും ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നത്. നിങ്ങളെ ഇത്രയും സങ്കടപ്പെടുത്തേണ്ടി വന്നതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ആ വ്യക്തിക്ക് ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. അത്രയും അവർക്ക് ഒരു പെയിൻ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തി വളരെയധികം സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അവരുടെ ലൈഫിലുള്ള ഒരുപാട് പോസിറ്റീവിലേക്ക് ആ വ്യക്തി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഫേസ് ഒരിക്കലും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. അവരുടെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈവൻ അവർ ഹാപ്പി സിറ്റുവേഷൻസിലാണെങ്കിലും അവരുടെ ഉള്ളിൽ അവരെപ്പോഴും കരയുകയാണ്, അവർ നിങ്ങളെ മിസ്സ് ചെയ്യാണ്. ഓക്കെ, യെസ്, വളരെയധികം ഫീലിങ്സ് ഉണ്ട് ആ വ്യക്തിക്ക്. യെസ്, ഓരോ നിമിഷവും അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഓരോ അവസരത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവർ ഡ്രീംസിൽ പോലും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെ പറ്റി ഒരുപാട് കാണുന്നുണ്ട്. ഒരുപാട് വിഷ്വൽസ് അവരുടെ മനസ്സിൽ ഡേ ആൻഡ് നൈറ്റ് വന്ന് പോകുന്നുണ്ട്. അവർ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ ഓടിയെത്തിയേനെ എന്ന വ്യക്തി എപ്പോഴും നിങ്ങളോട് പറയാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് കാണുന്നുണ്ട് എങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ശക്തി സംഭരിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിൽ വന്ന് ചേരണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അവർ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആ വ്യക്തിക്ക് അറിയാം സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമല്ലാത്തതായിരിക്കാം, മറ്റ് വ്യക്തികൾ ചിലപ്പോൾ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവാം. എങ്കിലും ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ജീവിക്കാനാണ് ഇഷ്ടം. ഓക്കെ, ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു മാജിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്നുള്ളൊരു ക്ലാരിറ്റിയാണ് ഫൈനലി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇൻഫിനിറ്റ് കണക്ഷനാണ്, ഇൻഫിനിറ്റ് ബോണ്ടിങ് ആണ്. അത്രയും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രയും അടുത്ത് പോയ റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഒരിക്കലും ഈ ഒരു സ്നേഹം എൻ്റെ ആയി പോകുന്നതല്ല. നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തിയുടെ ഓർമ്മകളിങ്ങനെ വന്നു പോകുന്നുണ്ടാവാം. ഒരിക്കലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ ശ്രമിച്ചാൽ പോലും മറക്കാൻ കഴിയുന്നുണ്ടാവില്ല. അത്രയും ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷനാണിത്. ഓക്കെ,
മേ ബി കുറച്ച് പേർക്ക് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള റിലേഷൻഷിപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പലപ്പോഴും ഈ വ്യക്തിയിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് അത്തരം എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അതിലൊരു ചേഞ്ച് കാണുന്നുണ്ട്. ഈ ഒരു മജീഷ്യൻ കാർഡ് വന്നത് കൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത്രയും ഒരു ഇപ്പോൾ നിങ്ങളൊരു ചലഞ്ചിങ് സിറ്റുവേഷനിലാണ് 2 പേരുള്ളതെന്ന് അറിയാം. പക്ഷേങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം സംഭവിക്കാനുള്ള സമയം അടുത്തിട്ടുണ്ട്. ആ ഒരു ചേഞ്ചാണ് നമുക്ക് ഫൈനൽ കാർഡ് ഒരു ക്ലാരിഫിക്കേഷനായിട്ട് എടുക്കാം. തീർച്ചയായിട്ടും ആ ഒരു മാറ്റം, ആ ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം. What they want to tell you right now. ഈ ഒരു സമയത്ത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? They want to tell you right now. ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ഓക്കെ, ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് ചേരാം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സാണ് അവർക്കുള്ളത്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് തെറ്റായി പറഞ്ഞു പോയ വാക്കുകൾ അവർക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. ഐ നോ യു ട്രസ്റ്റ് മീ. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം. ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗദർ. ഓക്കെ, ഇനി നമുക്ക് ഒന്നിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, അവർക്ക് ലഭിച്ചത് ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഐ ലവ് യു ആസ് യു ആർ. നിങ്ങളെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനും പ്രണയിക്കാനും ഇപ്പോൾ ആ വ്യക്തി തയ്യാറാണ്. ആൻഡ് അത്രയും നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, അവരിൽ ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ അവരിൽ തന്നെ കൊണ്ടുവരാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ലൈഫൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും അവർക്ക് കഴിയില്ല. ഓക്കെ, ആൻഡ് മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. ഓക്കെ, അവരുടെ ജീവിതത്തിൽ യാതൊരു വിലയുമില്ല നിങ്ങളില്ലാതെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ട് എപ്പോഴും അവരുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം അവരിലുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഫെബ്രുവരി മന്ത്. ഓക്കെ, ലെറ്റർ കെ. ടോക്കറ്റീവാണ് ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയായിരിക്കാം. നമ്പർ 16, സെൻസിറ്റീവ്. 21, ഷോർട്ട് ടെമ്പേർഡ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയാണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. വാഹനങ്ങളോട് പ്രത്യേകതരമായ ക്രേസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. മെഡിക്കൽ ഫീൽഡ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ ആയിരിക്കാം. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലെറ്റർ ജി, ലെറ്റർ എസ്. ഹെൽത്ത് ഇഷ്യൂ. ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തികളും ഉണ്ടാവാം. ലെറ്റർ ബി. 28, 30. ഓക്കെ, 30 എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട്. മെയ് മന്ത്. ഓക്കെ, റിയാക്റ്റീവ്. പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ എടുത്തുചാട്ടം ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. ആൻഡ് ഹെൽത്ത് ഇഷ്യൂ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എക്സ്പെക്റ്റ് മിറാക്കിൾ. ഓക്കെ, തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ലോയർ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം. ഓക്കെ, എക്സ്പെക്റ്റ് മിറാക്കിൾ എന്ന് റിപ്പീറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ
ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിളിനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. നെക്സ്റ്റ് 72 hours. ഓക്കെ, ഒരു 72 hours എന്നുള്ളൊരു പോസിബിലിറ്റി വീണ്ടും വന്നിട്ടുണ്ട്. ടീച്ചർ ആൻഡ് 19. ടുമോറോ, ലെറ്റർ L. 8. 42, ഇതൊരു ഏജ് ആയിരിക്കാം ചിലപ്പോൾ. നമ്പർ 10. ഓക്കെ. 27. 29. പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളോ. ഫെബ്രുവരി മന്ത്. ഡിസംബർ മന്ത് ഈസ് ഹിയർ. സജിറ്റേറിയസ്, ഒരു സോഡിയാക് സൈൻ ആണ്. ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയാക് സൈൻ അതായിരിക്കാം. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക. സെപ്റ്റംബർ മന്ത്. നവംബർ. ഓക്കെ. ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം. 27, ലെറ്റർ C. ഓഗസ്റ്റ് മന്ത് ആൻഡ് ഫൈനലി ലെറ്റർ S. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ്. ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.